ഇപ്പോൾ ഉള്ളത് ചൈന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. ചൈന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ വെക്കേഷൻ ആണ്. കുട്ടികൾ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരൊക്കെ പോയിരിക്കുകയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ചിത്രങ്ങൾ, യൂണിവേഴ്സിറ്റിയുടെ വീഡിയോകൾ, മനോഹരമായ ക്യാമ്പസാണ്. ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ പർപ്പസ്. നമുക്ക് പറ്റുമെങ്കിൽ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാം, അവരൊക്കെ ആയിട്ട് സംസാരിക്കാം, എന്താണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ. ചൈനയിലെ ഒരു ലീഡിങ് യൂണിവേഴ്സിറ്റിയാണ് ചൈന മെഡിക്കൽ യൂണിവേഴ്സിറ്റി. വേൾഡ് റാങ്കിലൊക്കെ വരുന്ന ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിലുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഷെൻയാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശരിക്കും ഇത് ഒരു ലാർജസ്റ്റ് മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. നോർത്തേൺ ചൈനയിലെ തന്നെ ഒരു ലാർജസ്റ്റ് സിറ്റി ആയിട്ടാണ് വരുന്നത്. ചൈന മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഷെൻയാങ് എയർപോർട്ടാണ്. ചൈനയിലെ ഷെൻയാങ് എയർപോർട്ടിൽ നിന്ന് 30 മിനിറ്റ് ദൂരമാണ് ഈ ചൈന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ളത്. 15,000-ഓളം വിദ്യാർത്ഥികൾ 74 രാജ്യങ്ങളിൽ നിന്നായിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തി വരുന്നുണ്ട്. 1978 മുതൽ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം MBBS പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചൈനയിൽ ഏറ്റവും ആദ്യം കാലങ്ങളിൽ ഇംഗ്ലീഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഈ ചൈന മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആദ്യത്തെ മെഡിക്കൽ സ്കൂളാണ് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ആദ്യത്തെ മെഡിക്കൽ സ്കൂളാണ് ഈ CMU എന്ന് പറയുന്നത്, ചൈന മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ധാരാളം മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ട് കേരളത്തിലുടനീളം പല ആശുപത്രികളിലായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും ഉണ്ട് ഈ CMU എന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം. അപ്പോൾ നിലവിലും ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്, പഠിച്ചിറങ്ങിയിട്ടുമുണ്ട്, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, വളരെ പരിചിതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ ലൈബ്രറിയിൽ ഏകദേശം 6 ലക്ഷത്തിലധികം ബുക്സാണ് ഉള്ളത്. ഈ ലൈബ്രറിയിലെ ബുക്സിൽ ഇന്ത്യൻ ബുക്സ് ഉണ്ട്, അതുപോലെ US നിന്നുള്ള, UK എന്നുള്ള അവരുടെയൊക്കെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ കൂടി ഉൾപ്പെട്ടതാണ് ഈ 6 ലക്ഷം എന്ന് പറയുന്നത്. H ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ് ഉള്ളത്. ഇത് ഒരു സൈഡ് ഓഫീസാണ് അല്ലേ, ഒരു സൈഡ് കംപ്ലീറ്റ് ലൈബ്രറി കാര്യങ്ങളൊക്കെ. 22 ഫ്ലോർ. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന ബിൽഡിംഗ് എന്ന് പറയുന്നത്. അത് ശരിയാണ്. CMUൻ്റെ ഹോസ്റ്റലിലാണ് ഉള്ളത്. ഇതിപ്പോൾ ഹോസ്റ്റൽ. ഇത് സിംഗിൾ റൂമാണ്. ഓരോ കുട്ടികൾക്ക് ഒരേ റൂമായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ക്യാൻറ്റീനാണ്. ഈ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊന്നുമില്ല. വെക്കേഷൻ ആയതുകൊണ്ട് മിക്കവാറും ക്യാൻറ്റീനുകളൊക്കെ അവധിയാണ് ഇപ്പോൾ. ഉള്ളിയരിയുന്ന ചേട്ടനാണ്, റോബോട്ടാണ് ഉള്ളിയൊക്കെ അരി അല്ലേ. ഹലാൽ ഫുഡാണ് ഇത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. കൗണ്ടറുകളാണ് അടഞ്ഞെടുക്കുന്നത്.
ഈ ചൈന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ക്യൂൻ യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റ് ജോയിൻറ്റ് കോളേജിനായിട്ടുള്ള ടൈപ്പാണ് അല്ലേ. ഇവിടെ ക്യാമ്പസിനകത്ത് തന്നെ DHLൻ്റെ ഓഫീസുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പാർസലൊക്കെ അയക്കുന്നുണ്ട് വെച്ചാൽ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഇവിടെ തന്നെ കളക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് ക്യാമ്പസിനകത്ത് തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടെ രാത്രിയിലും ഒക്കെ ഫുൾ ടൈമായിട്ട് ഈ പോലീസ് ഉണ്ടാവും അല്ലേ, പോലീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സെക്യൂരിറ്റി വിഷയങ്ങളൊന്നുമില്ല, കാരണം പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ക്യാമ്പസിനകത്ത്. മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റിയുടെ ഇതുപോലെ പോലീസ് സ്റ്റേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫുൾ ടൈം പോലീസ് ഉണ്ടാവും, ചിലപ്പോഴൊക്കെ വണ്ടി പോകുന്നത് കാണാം. ഒരു സെക്യൂരിറ്റി വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഈ CCTV ക്യാമറകളാണ്, എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറ ഉള്ളതുകൊണ്ട് അപ്പോൾ വേറെ സെക്യൂരിറ്റി വിഷയങ്ങളൊന്നുമില്ല ഇവിടെ ഏതൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും. യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ധാരാളം ATMകളുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഡിജിറ്റൽ മണിയാണ്, ആരും ക്യാഷ് യൂസ് ചെയ്യുന്നില്ല. മിക്കവാറും സ്ഥാപനങ്ങളിൽ ക്യാഷ് സ്വീകരിക്കുക പോലും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മണിയാണ്, WeChatഉം അതുപോലെ അലിബാബ അല്ലേ വേറെ ഒന്നുള്ളത്, അലിപേ, WeChat ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ATM കൗണ്ടറുകളുണ്ട്. ഇപ്പോൾ ബാങ്കും ഇതിനകത്തുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അകത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളുണ്ട്, പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ പുറത്തൊക്കെ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ചീപ്പായിട്ട് കാര്യങ്ങൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് പുറത്ത് പോകേണ്ടി വരുന്നത്. ATM ഉപയോഗിക്കാൻ പറ്റും യൂണിവേഴ്സിറ്റി അകത്തുള്ളത് തന്നെ. അപ്പോൾ ATM കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഫോട്ടോസ്റ്റാറ്റ്, സ്റ്റുഡൻസിന് ഫോട്ടോസ്റ്റാറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലമാണിത്. യൂണിവേഴ്സിറ്റിയുടെ അകത്തുള്ള ഒരു ഹെയർ കട്ടിങ്ങിനുള്ള സൗകര്യമുള്ള സ്ഥലം, കുട്ടികളൊക്കെ മുടി വെട്ടുന്ന സ്ഥലം ഇവിടെ വന്നിട്ടാണ് മുടി വെട്ടുക. യൂണിവേഴ്സിറ്റി അകത്താണ്, നമ്മുടെ ആളാണിത്. ഇത് യൂണിവേഴ്സിറ്റിയുടെ അകത്തുള്ള ഒരു മൊബൈൽ ഷോപ്പാണ്. അപ്പോൾ സാധാരണ കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സിം കാർഡ് എടുക്കുക എന്നുള്ളത് ഒരു പർപ്പസാണ്. അപ്പോൾ വന്ന പാട് കുട്ടികൾ സിം എടുത്തിട്ട് പേരൻസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്മും കാര്യങ്ങളൊക്കെ എടുത്തെടുക്കാൻ പറ്റാറുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റോറാണ്. യൂണിവേഴ്സിറ്റിയുടെ അകത്തുള്ള ഒരു ഷോപ്പാണ്. എല്ലാ യൂണിവേഴ്സിറ്റി അകത്തും ഇതുപോലെ യൂണിവേഴ്സിറ്റി അകത്ത് അവർ തന്നെ സെറ്റ് ചെയ്യുന്ന സ്റ്റോളുകളുണ്ട്, ഷോപ്പുകൾ. ചൈന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഡിയമാണ്, ഔട്ട്ഡോർ സ്റ്റേഡിയമാണ്. വെക്കേഷൻ ആയതുകൊണ്ട് സ്റ്റുഡൻസൊക്കെ നാട്ടിലാണ്.
ബാഡ്മിൻ്റലും പിന്നെ വോളിബോളുമാണ്. രാത്രിയാണ്. ഇൻഡോർ സ്റ്റേഡിയം. വെക്കേഷൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ കൊണ്ടോട്ടിന്ന് വരുന്നത്, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിന്നാണ് വരുന്നത്. സെക്കൻഡ് ഇയർ. ഞാൻ അബുബൈസൽ കൊണ്ടോട്ടിന്നാണ് വരുന്നത്. ഇപ്പൊ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ CMU-ലാണ്. CMU-ലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്, നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എത്രാമത്തെ വർഷം? സെക്കൻഡ് ഇയർ ആണ്. ഓക്കെ. എവിടെ വീട്? തൃശ്ശൂർ. ഓക്കെ. പേര്? നിഖിൽ. തൃശ്ശൂർ എവിടെ? തൃപ്രയാർ. എങ്ങനെയുണ്ട് എൻ്റെ യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ? യൂണിവേഴ്സിറ്റി ഒക്കെ നല്ലതാണ്. നല്ല യൂണിവേഴ്സിറ്റിയാണ്. പഠിപ്പിക്കാൻ മനസ്സിലാവും, കുഴപ്പമൊന്നുമില്ല. ക്ലാസ് ഒക്കെ നന്നാവും? ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ. പഠിപ്പിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എങ്ങനെയുണ്ട്? എന്നിട്ട് നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇവിടെയാണ് സ്ഥിരമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ ചീപ്പാണ്, പച്ചക്കറിയൊക്കെ എളുപ്പം കിട്ടും. പച്ചക്കറി അടുത്തുമാണ്. ഇവരെല്ലാവരിലും ഈ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഉള്ളതുകൊണ്ടേ സിമ്പിളായിട്ട് യാത്ര ചെയ്യാനും കാര്യങ്ങളും. ബസ് എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന്? അപ്പോൾ അങ്ങനെ 2 കിലോമീറ്റർ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഹാപ്പിയാണ്? ആദ്യം എവിടെ നോക്കിയിരുന്നത്? ആദ്യം ഒഡീസ, ഉക്രൈൻ. അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? കുറച്ചുകൂടി നല്ലതല്ലേ? വെജിറ്റബിൾസും അതുപോലെ ചിക്കനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. വെജിറ്റബിൾസ്, ചിക്കനൊക്കെ. അത് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ ഉള്ളൊരു മാർക്കറ്റാണ്, ചെറിയൊരു മാർക്കറ്റാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ബ്രാൻഡഡ്
ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ്. ചൈനയിൽ ബ്രാൻഡഡ് ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ്, അതുപോലെ ലോക്കൽ ഐറ്റംസ്, ലോക്കൽ എന്ന് പറയുമ്പോൾ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ കിട്ടുന്ന ഷോപ്പുകളും അവൈലബിൾ ആണ്. രണ്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ പോകുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ലഭിക്കുന്ന ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ബ്രാൻഡഡ് സാധനങ്ങളുടെ ഒരു ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഷോപ്പിംഗ് അനുഭവമാണ്. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ചൈനയിലുള്ള ഒരു ഹുവായ് എന്ന് പറഞ്ഞ മാർക്കറ്റിലേക്കാണ്. ഈ ഹുവായ് മാർക്കറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. എങ്ങനെയാണ് ഇത് ഫേമസ് ആവണമെന്ന് ചോദിച്ചാൽ, വളരെ പ്രൊഡക്റ്റുകൾക്ക് വളരെയധികം വിലക്കുറവിന് അറിയപ്പെടുന്ന ഒരു മാർക്കറ്റാണ്. ചൈനയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഈ ഹുവായ് എന്ന് പറഞ്ഞ മാർക്കറ്റ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം, അവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ റേറ്റുകളൊക്കെ നമുക്കൊന്ന് എടുക്കാം. ഇപ്പോൾ വുഹായിൽ ഉള്ള ഒരു മാർക്കറ്റാണ്, കിട്ടില്ല മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങൾക്കും സെപ്പറേറ്റ് സെഷനാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഷൂവിൻ്റെ ഒക്കെ ഒരു സെഷനായിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും നല്ല ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും. നല്ല റേറ്റ് കുറവുള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് വാങ്ങിച്ച് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ്. നൈസായിട്ടൊരു ചെറിയ ഷൂസ് വാങ്ങിച്ചു. നാട്ടിൽ ഒരു 790 രൂപ റേഞ്ച് വരുന്നതാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഇട്ട് നടക്കാൻ അത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ലോക്കൽ മാർക്കറ്റാണ്. കുറഞ്ഞ റേറ്റിന് സാധനങ്ങൾ കിട്ടുന്ന, ബ്രാൻഡഡ് ഒന്നല്ല, പക്ഷെ വളരെ കുറഞ്ഞ റേറ്റിന് സാധനങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റാണിത്. അപ്പോൾ ഒരു ടീഷർട്ട് വാങ്ങിച്ചു കേട്ടോ. നല്ല കിടിലൻ ടീഷർട്ടാണ്. നാട്ടിലത്തെ ഒരു 500 രൂപ. ഒരു 400 രൂപക്ക് ഒരു ജീന് വാങ്ങിച്ചിട്ടാ. ജാക്കറ്റ് വാങ്ങിക്കണം 1000 രൂപ റേഞ്ചില്. ചൈനയിലെ ഹുവായ് മാർക്കറ്റാണിത്. ഭയങ്കര മാർക്കറ്റാണ്. ഡ്രസ്സും ഷൂസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രധാന മാർക്കറ്റാണ്.